സരിത അന്ന് എന്തൊരു കൂട്ടാൻ വെക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാള കൂട്ടാൻ തന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. എല്ലാ മീനും ടേസ്റ്റ് ഉണ്ടാവില്ല. ചാള അപ്പൊ ചാള വറക്കണില്ലേ? ചാളയുടെ ടേസ്റ്റ് അല്ലല്ലോ മുള്ളന്റെ. ആളുകൾക്ക് കുറെ പേർക്ക് ഇപ്പോഴും വിശ്വാസം. ആളുകൾ പറഞ്ഞ വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഉണക്കമീൻ. എത്ര നാളായി ചാള വറുത്തതും കഴിച്ചിട്ട്. നമ്മുടെ മീൻ കൂട്ടാൻ എന്താന്നറിയില്ല, പതഞ്ഞു പൊന്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഐതിഹാസികമായ കൂട്ടാൻ ചേട്ടൻ ടേസ്റ്റില്ലാന്ന് പറയണെങ്കിൽ അത്രയ്ക്കും തല്ലിപ്പൊളി സാധനമായിരിക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ചാള വാങ്ങിച്ചിട്ട് 5-8 മാസമായിട്ടാ. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ചാള വാങ്ങിക്കുന്നത്. എന്താ നീ ചിരിക്കുന്നത്? ചാള നന്നാക്കി വറക്കാനുള്ളത് കൂട്ടാൻ വെക്കാനുള്ളത് വേറെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഇല്ലല്ലോ, രണ്ടും ഒരുമിച്ചാണോ ഇട്ടേക്കണേ? രണ്ടും വേറെ വേറെയാണ് കിടക്കുന്നത്. അല്ലല്ലോ, രണ്ടും ഒരുമിച്ചാണോ? അല്ല, അതിങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാന്ന്. ഒരു പാത്രത്തില് അതന്നെ കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ സരിത അന്ന് എന്തൊരു കൂട്ടാൻ വെക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാള കൂട്ടാൻ തന്നെ. ചാള കൂട്ടാൻ തന്നെ. അത് വെക്കണത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വെപ്പ് ഇൻസ്റ്റയില് കണ്ടതാണ്. നമ്മൾ സാധാരണ ചേർക്കുന്ന ഉള്ളി, ഇഞ്ചി അങ്ങനത്തെ ഒന്നുമില്ല. 2-3 സാധനങ്ങളുള്ളോ. ഭയങ്കര ടേസ്റ്റാന്നാ പറയണേ. ഒരു പണ്ടത്തെ ഒരു വെപ്പാണെന്ന്. ആ ഇൻസ്റ്റയില് റീലിട്ടാണ് ആ പെൺകുട്ടിയുടെ പേരുന്നിട്ടാണ്. ഇനി ഏതോ ഒരു ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വേണം ആദ്യം തന്നെ. അത് അടുപ്പത്ത് വെക്കുക കേട്ടാ. സിമ്പിളാണ് കേട്ടാ, നോക്കിയിരുന്നോ. ആകെ 2-3 ഇൻഗ്രീഡിയൻസ് ആകെയുള്ളൂ. എന്നിട്ട് അങ്ങനെ പറയല്ല ചേട്ടാ, ഞാനൊന്നും പറയുന്നത് നെഗറ്റീവ് അടിക്കല്ല ആദ്യം തന്നെ. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാ ചട്ടിയിലേക്ക്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ വെപ്പ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടി, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള ഒരു മുളക് പൊടി ഇടാം. മതിയാവൂല്ലേ? അപ്പൊ ഇത്തിരി അല്ലേ, ഒരു 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടാ. എന്നിട്ട് ഇതിലൊന്ന് ചൂടാക്കാം. വെള്ളം വേണ? വേണ്ട. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിങ്ങനെ വളരെ സിമ്പിളായിട്ട് വെക്കുന്നത് കണ്ടത് മറ്റേ നമ്മുടെ ഈ ഒരു അടുപ്പ്, ഇലക്ട്രിക് അടുപ്പ് കൊണ്ടുവന്നില്ലേ മുണ്ടൂരുള്ളത്. അവര് കൊണ്ടുവന്നപ്പോ മീൻ കൂട്ടാൻ വെച്ചില്ലേ, തക്കാളി മാത്രം. തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി. തക്കാളിയാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഒരു ലോഡ് തക്കാളി പേസ്റ്റ് അടിച്ച് ചേർത്തോയില്ലേ. പിന്നെ ഉപ്പ്. വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. വളരെ നല്ല രസമുണ്ടത്. അത് എങ്ങനെയാണ് അത് വെച്ചത് പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ വിളിച്ചിട്ട് കിട്ടണ്ടേ. അപ്പോ ഫോൺ വിളിച്ചെടുത്തില്ല. മിളകിന്റെ അടി ശരിയാ, കുത്തുണ്ട്. ഇങ്ങനെ ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കേണ്ടത് നാളികേരപ്പാലാണ്. ഒരു വലിയ നാളികേരത്തിന്റെ പാലാട്ടത്. 2ാം പാലും 1ാം പാലും അല്ലേ? ഇത് ഭയങ്കര ലൂസ് പാലെടുക്കരുത്. അതായത് 3ാം പാലൊക്കെ കുറെ വെള്ളം ഒഴിച്ചിട്ടുള്ള പാലില്ലേ, അതെടുക്കരുത്. കുറച്ച് പാലിങ്ങനെ ഒഴിച്ചിട്ട് ഇതിന്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം ബാക്കിയുള്ള ഒഴിച്ചാൽ മതി കേട്ടാ. കട്ടകളൊക്കെ ഒന്ന് ഉടയട്ടെ. മല്ലിപ്പൊടി ഒന്നും ഇല്ല. അയ്യോ, ഇവിടെ ഇരിക്കുന്നുണ്ട് നോട് പൊടി. ഇവിടെ ഇരിക്കില്ലല്ലോ. ഇതിങ്ങനെ മിക്സ് ആയതിന് ശേഷം ഇനി ബാക്കി പാൽ ഒഴിക്കാട്ടാ. എല്ലാവരും ചൊഴിക്കുക. ഇപ്പോ ഒരു 1/2 കിലോന് മീതെ മീൻ ഉണ്ടാവട്ടാ. ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള കുടപ്പുളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്ന് തിളക്കട്ടാ. കഴിഞ്ഞ പരിപാടി. തിളച്ച് കഴിഞ്ഞാൽ മീൻ ഇട്ട് കൊടുക്ക. അത്രേ ഉള്ളൂ ചേട്ടാ. ഭയങ്കര ടേസ്റ്റാന്ന് പറയണ്ട. നമുക്ക് നോക്കി നോക്കാം ഇങ്ങനെയുണ്ട്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. എല്ലാ മീനും ടേസ്റ്റ് ഉണ്ടാവില്ല. ചാള, അതായത് മത്തിക്കായിരിക്കും ഈ വെപ്പ് ടേസ്റ്റ് കിട്ടാ. അങ്ങനെ പറയുന്നുണ്ട് വീഡിയോയില്. ഈ സമയത്ത് നല്ല ടേസ്റ്റ് ഉള്ള ചാളയെ ഇതിലത്തെ ചേട്ടനെ ഒരു പ്ലേറ്റിലേക്ക് വരഞ്ഞത് മാറ്റി വയ്ക്കാം. കുറച്ച് നേരമായി ഞാൻ ഇതാക്കി വെച്ചിട്ടുള്ളത്. വരഞ്ഞതൊന്ന് മാറ്റി വയ്ക്കട്ടെ. കഴിഞ്ഞു. തിളച്ചു മീനിടലായി. ഇത് തിളച്ചു. അപ്പൊ എനിക്ക് മീൻ ഇട്ട് കൊടുക്കാട്ടാ. അത്രയ്ക്ക് മീൻ വേണോ കേട്ടോ? അത് മുഴുവനിടണ ഇവിടെ ടേസ്റ്റിന് ഇതാങ്ങിയ മീൻ കഷ്ണം തന്നില്ലെങ്കിലോ. അതിനകത്ത് ഒരെണ്ണം ഇട്ടാൽ മതി. ബാക്കിൽ വറക്കാം. മതി പാകത്തിനായി.
ഉപ്പിടണം കേട്ടാ. കഴിഞ്ഞു പരിപാടി. ഇത് സിമ്പിളല്ലേ? ഇതാണെന്നുള്ളത് സിമ്പിളല്ലേ? പച്ചവെള്ളത്തിൽ വേണമെങ്കിൽ മീൻ കൂട്ടാൻ വയ്ക്കാം. പറയില്ലേ, സിമ്പിളാണ്. അത് ഞാൻ സമ്മതിച്ചു. ആർക്ക് വേണമെങ്കിലും ആണുങ്ങൾക്കൊക്കെ വെക്കാം മീൻ. നാളികേരപ്പാല് പിഴിയണ ഒരു പണിയാണ് ഉള്ളോ? ആ, നാളികേരം പാലിന് പകരം വേറെ എന്താണ് കണ്ട് എത്താന്നുള്ളതാണ് നോക്കിയാൽ മതി. നാളികേരപ്പാലാണ് ഈ നാഗപ്പാഴ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം. അതിന് മാറ്റാൻ പറ്റില്ല, വേറെ ഒന്നും ചേർക്കണില്ലല്ലോ. അതെ, മല്ലിപ്പൊടി ഇല്ല, ഇഞ്ചി ഇല്ല, വെളുത്തുള്ളി ഇല്ല, ചുമന്നുള്ളി ഇല്ല. ആ വേപ്പിൻ്റെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ തിളച്ചൊന്ന് സെറ്റ് ആവട്ടെ കേട്ടാ. ഈ നാളികേരപ്പാലത്തെ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് തെളിയും. അപ്പൊ കിടന്ന് ഇങ്ങനെ തിളക്കട്ടെ. അപ്പൊ നീ നീ വറക്കാളായിരിക്കുള്ള സാധനം സെറ്റ് ആക്കാം അല്ലേ? കുരുമുളകൊക്കെ പൊട്ടിച്ചതായോ? നീ പൊടിച്ചതേ അവിടെ പോയി പൊട്ടിച്ചോ. ഇത് നീ കഴുകിയതന്നെ. ഇപ്പൊ ഞാൻ ഒന്നുകൂടി വീണ്ടും കഴുകണം കേട്ടാ. ചാർലി എവിടെയാടാ? ചാർലി എവിടെയാ? ചാർലി ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ചാർലിക്ക് മതിൽ ചാടി ഓർമ്മ വരുന്നു തോന്നുന്നുണ്ട്. ആ ട്രോമ അന്നത്തെ. വൈകുന്നേരം അല്ലേ? നമ്മുടെ കൂട്ടാൻ മനോഹരമായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, ഇന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് വലിയ മുള്ളൻ. വലിയ മുള്ളനല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത മുള്ളൻ. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് ഉണക്കാനായിട്ട്. ഉണക്കമീൻ ഇല്ല ഇപ്പോൾ വീട്ടിൽ. കുറേ നാളായി. നമ്മൾ എന്നാ ഉണക്കമീനാക്കിയ സരിത? കുറേ നാളായി കഴിഞ്ഞിട്ട്. മാന്തളായിരുന്നു. അപ്പോൾ ഞാൻ ഉണക്കമീൻ ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചതാട്ടോ. 1 കിലോ വാങ്ങിച്ചതാ. 2 പച്ചമുള്ളം വറക്കായിരുന്നു. അപ്പോൾ ചാള വറക്കണില്ലേ? ചാളര ടേസ്റ്റ് അല്ലല്ലോ മുള്ളന്റെ. അപ്പോൾ ഈ മുള്ളൻ വെറുതെ അല്ല, 3-4 വട്ടം കഴുകിയിട്ട് നന്നായിട്ട് 2 മുള്ളം മാറ്റിച്ചു എനിക്ക് വറക്കാൻ. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട് എവിടെ വയ്ക്കുന്നുണ്ട്. മതി. അപ്പോൾ നമ്മൾ കഴുകിയ മുള്ളനാണ്. 3-4 വട്ടം കഴുകി. ഇതിൻ്റെ ഈ കുണ്ടിയും കുടലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. നോക്കിയത് ഇതൊന്നും കളഞ്ഞിട്ടില്ല. ഇതൊക്കെ നമുക്ക് മുള്ളൻ വറക്കണ ടൈമിൽ നമുക്ക് കളഞ്ഞാൽ മതി. ഇപ്പം കളയണവർക്ക് കളയണ്ട. കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ട് ഉപ്പിട്ട് വെക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കൂട്ടാൻ അവിടെ തിളയ്ക്കണം. ചാളയ്ക്ക് വറക്കാനുള്ള സാധനങ്ങൾ സരിത് ശരിയാക്കണം. അപ്പം ഞാൻ ഉണക്കമുള്ള ഉണ്ടാക്കാൻ പോകണം. ഇത് ഒരു നല്ല കട്ടിയുള്ള ഫുഡ് ഗ്രേഡിൻ്റെ ഒരു പാത്രമായിരിക്കണം കേട്ടോ. പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല, വേറെ സ്റ്റീലിൻ്റെ പറ്റില്ല കേട്ടോ. പിന്നെ മൺചട്ടി പോലത്തെ സാധനം വേണം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, ഗ്ലാസിന്റെ പാത്രം. ഗ്ലാസിൻ്റെ സ്റ്റീൽ, അലുമിനിയം ഒന്നും പാടില്ല. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ നല്ല ശുദ്ധമായ കല്ലുപ്പ്, ടാറ്റാൻ്റെ കല്ലുപ്പാട്ട നല്ല ചെളിയുന്നുണ്ടാവില്ല ഇങ്ങനത്തെ. നമ്മൾ ഉണക്കമീനൊക്കെ നമ്മൾ വാങ്ങിയത് ഏറ്റവും തല്ലിപ്പൊടി അല്ല, അവർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ വൃത്തിയായിട്ടുള്ള ഏറ്റവും തല്ലിപ്പൊടി ഉപ്പാണ്. ചെളി പിടിച്ച ഉപ്പായിരിക്കും ഉപയോഗിക്കുക. നല്ല ഉപ്പ് ഇതിൽ വേദന കേട്ടോ. ഉപ്പ് കുറയരുത്. എന്നിട്ട് ഞാൻ കുറേ വട്ടം കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇത് വീണ്ടും ആളുകൾക്ക് പറഞ്ഞ് തരാൻ പറയും. എന്നിട്ട് നമ്മുടെ മുള്ളൻ ഇങ്ങനെയായിട്ട് ഇതുമ്മ വയ്ക്കുക, കല്ലുപ്പിൻ്റെ മുകളിൽ കേട്ടോ. മുള്ളൻ, മാന്തള്, കനം കുറഞ്ഞ മീനുകളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ചാള വറക്കാൻ വേണ്ടിയിട്ട് പച്ചക്കുരുമുളക് അരച്ചിട്ടാണ് വറക്കാൻ പോണേട്ടാ. ഈ സമയത്ത് ആളുകൾ പച്ചക്കുരുമുളക് വെച്ചിട്ട് അരച്ചിട്ട് ഈ മറ്റേ ഇത് ചെയ്യും, ചാള കൂട്ടാനും വയ്ക്കും പച്ചക്കുരുമുളക് കൊണ്ട്. ഭയങ്കര ടേസ്റ്റാ ഈ സമയത്തെ ചാള. ഈ സമയത്ത് തന്നെയാണ് പച്ചക്കുരുമുളകും കിട്ടാ. പച്ചക്കുരുമുളക് പഴുക്കാൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി. ഉപ്പ് വേണ്ട? ഉപ്പ് വേണം. മഞ്ഞൾപ്പൊടി വേണം. കുറച്ച് മുളക് പൊടി ഇടാം, കളറിന് വേണ്ടി മാത്രം. എന്നിട്ട് അരയ്ക്കുക. നമ്മൾ ഇനി ഇതിൻ്റെ മീതെ ഒരു നിരപ്പ് വെച്ചല്ലോ. ഒരു നിരപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ മീതെ കല്ലുപ്പ് ഇടണം കേട്ടോ. കല്ലുപ്പ് വെതറണം. ഇത് ഒരു ട്രിപ്പ് കല്ലുപ്പ് വെതറ, ഒരു ട്രിപ്പ് ഇത് വയ്ക്കുക, മീൻ വയ്ക്കുക. അങ്ങനെയാണ് ആ പരിപാടി കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ ഉപ്പില്ലെങ്കിൽ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴു വരും. ആളുകൾക്ക് കുറേ പേർക്ക് ഇപ്പോഴും വിശ്വാസം പറ്റും. ആളുകൾ പറഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയിരുന്നതാണ് ഉണക്കമീൻ. ഇത് വെച്ച് ഉണങ്ങി കഴിഞ്ഞാൽ വടി പോലെയാവും, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ മാംസത്തിനൊക്കെ ഒരു മഞ്ഞ കളർ, ഒരു മറ്റൊരു കളറിൽ ചീഞ്ഞ മീനില്ലേ, ചീഞ്ഞ മീൻ ബാക്കി വരുന്ന വേസ്റ്റ് മീനില്ലേ, അതുകൊണ്ട് ഉണക്കമീൻ ഉണ്ടാക്കണവരാണ് ഈ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ചെയ്യുക. പക്ഷെ വറക്കുമ്പോൾ പൊട്ട സ്മെല്ലായിരിക്കും. ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ. ഇങ്ങനെ നല്ല ഉണക്കമീൻ നമുക്ക് ഉണ്ടാക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ചെയ്യാം.
നമ്മൾ എത്രയോ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണ കാര്യമാണെന്ന് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കില്ല. എന്നിട്ട് മീതെ വീണ്ടും ഉപ്പ് വിതറ. മീൻ ഒരു നരപ്പ് വയ്ക്കുക. ഉപ്പ് നന്നായിട്ടുണ്ടാവണം കേട്ടോ. മീൻ കൂട്ടാൻ അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട്. അതെ, നമ്മുടെ ഉണക്കമീൻ സെറ്റായിട്ടാ. ഇനി ഇതിൻ്റെ മീതെ കല്ലുപ്പ് നന്നായിട്ടൊന്ന് വിതറി കൊടുക്കുക. ഉപ്പ് ഇത്തിരി കൂടുതലായിക്കോട്ടെ, കുഴപ്പമില്ല. ഈ ഉപ്പ് മുഴുവൻ നമുക്ക് തിന്നാനുള്ള ഒന്നല്ല. കുരുമുളകിന് എരിവുണ്ടാവോ? ഉണ്ടാവും. നോക്കണ ചേട്ടന്. എന്നിട്ട് നന്നായി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇത് അടച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കരുത്, ഫ്രിഡ്ജിൽ വയ്ക്കുക. എല്ലാവരും പറയുന്നത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ നാളെ ഇതിൽ വെള്ളം ഊറും. വെള്ളം ഇതിൻ്റെ അടിയിലുണ്ടാവും. ആ വെള്ളം ഇത് തുറന്നിട്ട് ഇങ്ങനെ ഊറ്റി പുറത്തേക്ക് കളയുക. എന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കുക. പിറ്റേ ദിവസം ഇത്തിരി വെള്ളം ഉണ്ടാവുള്ളൂ, ആ വെള്ളം ഊറ്റി കളയുക. പിറ്റേ ദിവസം പിന്നെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ആ മൂന്നാമത്തെ ദിവസം തൊട്ടിട്ട് ഇത് ഉണക്ക മീൻ അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ. പിന്നെ നമുക്ക് സാധനം പോലെ ഇന്നാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ എടുക്കുമ്പോൾ തന്നെ ഉണക്കമീൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത് കേട്ടാ. അതെ. ചിറ്റിക്കിന് ഇത് കാച്ചു ഏയ് ഒന്നും ചെയ്യില്ല. ഒന്നുമില്ല. അതല്ല ഞാൻ പറഞ്ഞ പരിപാടി കഴിഞ്ഞു. അയ്യോ, ചോറ് കൂട്ടി ചെറുതീയില് കിടന്നിട്ടാണ് തിളക്കണ്ടേ. അപ്പൊ നന്നായി തിളച്ചിങ്ങനെ ചിറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിടാട്ടാ. ചെറുതീ തന്നെയാണ്. അതിപ്പോ ചെറിയ തീയില. അപ്പൊ ഇത് നേരെ നീ ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ട കേട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട. കുറെ സംശയങ്ങളുണ്ടാവും നിനക്ക്. സംശയം ഉണക്കമീൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇത് ഫ്രീസറിൽ വെക്കണോ, ഫ്രിഡ്ജിൽ വെക്കണോ, പുറത്ത് വെക്കണോ. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ല, പുറത്ത് വെക്കണ്ട. പുറത്ത് വെച്ചാലും നാശാവുന്നില്ല. ഒരാൾ പറഞ്ഞില്ലേ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുറെ നാൾ പുറത്ത് വെച്ചു ഒരു കുഴപ്പമില്ലാന്ന്. ഉപ്പുണ്ടാവണം. ഉപ്പില്ലെങ്കിൽ പുഴു വരും. അല്ല, കുറെ നാൾ വെക്കുമ്പോ ഒരു സ്മെല്ല് വരും. ഒരു വൃത്തിയായിട്ട് ഒരു സ്മെല്ലുണ്ട്. പഴക്കമണം പോലെ. നമ്മള് ചില സമയത്തൊക്കെ വാങ്ങിക്കുമ്പോ ഒക്കെ പണ്ട് മണം ഉണ്ടാവും വറക്കുമ്പോ. ആ പ്രദേശം മുഴുവൻ മണമായിരിക്കും. ഇതിന് ഒരു കുഴപ്പമില്ല. നമുക്ക് വെച്ച് ഞാൻ മണം ഉണ്ടാവില്ല. നല്ല വൃത്തിയുള്ള ഉപ്പുണ്ട്. നല്ല വൃത്തിയുള്ള ഉപ്പുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വരുന്നത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് നമ്മുടേതായി നല്ല വെള്ളത്തിൽ കഴുകി ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്ക് എന്താ പറയുക ഉണക്കമീൻ ഉണ്ടാക്കാം. ആളുകൾ പറഞ്ഞ് വിശ്വസിക്കില്ല. അതാണ് രസം. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ലേ. ചിലർക്ക് പറയാ ഇതേ ഫ്രീസറിൽ വെച്ച മീനാണ്. ഫ്രീസറിൽ വെച്ച ഉപ്പിട്ട മീനിന് ഒരു നമ്മുടെ ഫേസ്ബുക്കിൽ ഇതിൻ്റെ ഇത് ഇട്ട് തന്നെ ഒരാൾ കംപ്ലീറ്റ് ആവാം. ഫ്രീസറിൽ വെച്ച് ഉപ്പിട്ട മീനാണ് ഇത്. ഫ്രീസറിൽ എവിടെ വയ്ക്കുന്നു. ഇതും കുരുമുളക് കൂട്ടിയിട്ട് ഈ രണ്ട് മുള്ളൻ അല്ല, അത് ഒന്ന് അതിന്റെ വയറൊക്കെ പച്ച കളറില്ലാത്ത പച്ച കളറായിരുന്നു. അത് അരച്ച് കഴിയുന്നോട് കൂടി കളർ മാറിയതാ. അത് എന്തായാലും അത് ചേട്ടാ മീൻ വറക്കാനുള്ള കല്ല് കേട്ടാ. കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അടിയിൽ പിടിക്കില്ല. അത് ചിറ്റിച്ചോ വേണമെങ്കിൽ എടുത്തിട്ട്. ഇനി ചിറ്റിക്കുന്നു വേണ്ട. ഇത് അരച്ചു. എന്നാലും ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടേ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു ലേശം മുളക് പൊടി. പിന്നെ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതെല്ലാം മിക്സാക്കാം. മീൻ മറക്കാനുള്ള തേച്ചിട്ടില്ല. അപ്പോഴേ ഞാൻ ഈ സാധനം അടുപ്പത്ത് വെച്ചു. വെറുതെ ചൂടായിട്ടില്ല. തീ കത്തിച്ചിട്ടില്ല. ഇവിടെ വെച്ചിട്ട് തേക്കല്ലേ. ആ മീമിലിട്ടെ തേച്ച് പിടിപ്പിച്ചോ. അമ്മീമിട്ടിട്ട് ചെയ്യണ്ട. എന്താ അമ്മീമ വെച്ച് തേച്ച് പിടിപ്പിച്ചെന്ത് കുഴപ്പം? അമ്മീമ വെച്ച് തേച്ച് പിടിപ്പിച്ചറി. അമ്മീമ വെച്ച് തേച്ച് പിടിപ്പിച്ചോ. അമ്മി പിന്നെ സോപ്പിട്ട് കഴുകണം. മീനിന്റെ മണവും. ഇതിൽ വെള്ളം ഉണ്ടോ അടിയിൽ? ഇല്ലല്ലോ. ഇല്ല, ഇത്തിരി ഉണ്ടാവും. ഇത്തിരി ഇപ്പനെ കഴുകിണ്ടായിരുന്നു ഞാൻ. വീണ്ടും ഒരു വട്ടം കൂടി കഴുകി. അതിൽ വേറൊരു മീൻ കേട്ടോ ഒരെണ്ണം. മറ്റേ അയില കുട്ടി അയില പോലത്തെ ഒരെണ്ണം തെറ്റി തന്നിട്ടുള്ളതാ. എത്ര നാളായി ചാള വറുത്തതും ഇതൊക്കെ കഴിച്ചിട്ട് ഇല്ലേ. ഏത് കഴിഞ്ഞ മെയ് മാസത്തിൽ കഴിച്ചതുകൊണ്ട്. മെയ് മാസത്തിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല ചാള നമ്മൾ ഇല്ലേ? കുറെ നാളായി. ഇന്നോട് ചാള കിട്ടില്ലേ? ഇനി ചാള കിട്ടും. കുഴപ്പമില്ല. ഇന്നത്തെ മീൻ കൂട്ട അഥവാ ഫ്ലോപ്പ് ആയാലും നമുക്ക് വീണ്ടും വാങ്ങിച്ചിട്ട് വെക്കാമല്ലോ, നമ്മൾ വെക്കാറുള്ള പോലെ. ചാള നന്നായി കുരുമുളകും ഉപ്പും മഞ്ഞളും ഇതൊക്കെ കൂടി ചേർത്ത് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് പരത്തി കുറച്ച് നേരം ഇരിക്കട്ടെ.
ഇന്നലെ വറക്കണ്ടല്ലോ കേട്ടാ, കൂട്ടാൻ ഇറക്കി കഴിഞ്ഞിട്ട് വറക്കണ്ടല്ലോ, കുറച്ചേരം പിടിക്കട്ടെ. എന്താ മറ നോക്കിക്കണു? ഇമ്രാന് മണം കിട്ടിണ്ടാവും. ആ ചിലവരെ വേപ്പിലും കൂട്ടി അരയ്ക്കും. ഏതില് ചാള വറക്കണല്ലേ? വറക്കാനായിട്ട് വേപ്പിലേ സരിതേരെ കൂട്ടാൻ ഒരു ലെവലായി തുടങ്ങിട്ടാ. നന്നായിട്ട് വെളിച്ചെണ്ണ തെളിയണം. ഒന്ന് ചിറ്റിക്കാല്ലേ സരിത? ചിറ്റിച്ചോ? പതയാണ്, പത പത പത. അത് നമ്മുടെ കൂട്ടാൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. സരിത അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് വന്നു. അതായത് ഞാൻ നമ്മുടെ മീൻ കൂട്ടാൻ എന്താണെന്നറിയില്ല, പതഞ്ഞു പൊന്തിക്കൊണ്ടിരിക്കുന്നു. ഇനി വല്ല പ്രതിഭാസമാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഓരോ പത വരനൊക്കെ ഓരോ പ്രതിഭാസങ്ങളില്ലേ, കിണറ് പൊന്തി വര, കിണറ് ഇടിഞ്ഞ താഴ എന്നൊക്കെ, പത വരലൊക്കെ ചോപ്പ് വെള്ളം വരലൊക്കെ ഓരോടനെ ഉണ്ടായിരുന്നു അല്ലെ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഇപ്പോഴും. ഇതില് വെളിച്ചെണ്ണ തെളിയണമെന്ന് നോക്കിയിട്ടാണ് ഇരിക്കണേ. നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള സാധാരണ കൂട്ടാൻ വെളിച്ചെണ്ണ തെളിഞ്ഞത് പതയാണ് വരണേ. ഞാൻ എൻ്റെ മീൻ വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുട്ടാ. അത് സരിത 2 മീൻ മുളകും ഇതും മഞ്ഞളൊക്കെ തേച്ച് ഉപ്പൊക്കെ തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുള്ളൻ ചാളിന്ന് ഇതിലൊന്ന് വറുത്തോട്ടെ. വേപ്പില ഞാൻ വെക്കുന്നുണ്ട്. വേപ്പിലയുടെ മുകളിലാണ് ചാള വയ്ക്കാൻ പോണത്. അതിൻ്റെ ഗന്ധം കിട്ടിക്കോട്ടെ. സരിതയ്ക്ക് കൂട്ടാനിലേക്ക് വേപ്പില വേണ്ട? വേണം. ഞാൻ ഇഷ്ടംപോലെ വേപ്പില ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചാള എടുത്ത് വയ്ക്കാൻ പോണം. ചാളയില് വേപ്പിൻ്റെ ഇല അരയ്ക്കാത്തതിൻ്റെ വിഷമം മാറിയില്ലേ? ഇഷ്ടം പോലെ വേപ്പിലയിൽ കുളിച്ചിട്ടാണ്. അല്ല, അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഹോട്ടലുകളിൽ വറക്കണ പോലെ ഇറക്കിയധികം. അല്ല, നിന്റെ ഈ മീനും കൈയോടെ വറക്കണ്ടേ? വറക്കാം. അതിന് സ്ഥലം ചാളയിലത്തെ നെയ്യാണോ ഈ ഇതിന് കാരണം? ഇത് വറക്കണം. അതിലെവിടെ സ്ഥലം? സ്ഥലല്ലേ വറക്കാം. അത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ ചാളയിലത്തെ നെയ്യാണ് കേട്ടാ പ്രതിഭാസം. കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതൊന്ന് ഇറക്കാൻ തോന്നുന്നു. ഇതിറക്കാം മതി. ഇതല്ലെങ്കിൽ പറ്റി ഒരു പരിവോ. ഇപ്പൊ തന്നെ ഭയങ്കര കുറുകുറുവാരി ചാറ്. കാരണം നമ്മൾ അധികം വെള്ളം പോലത്തെ നാളികേര പാലല്ലോ, ഇത്തിരി കട്ടിപ്പാലല്ലോ ഒഴിച്ചേക്കണം. ഇതിറക്കാൻ പോവാണ്. എവിടെ വേപ്പിണ്ടല്ല? നല്ലതല്ലേ വേപ്പില? ഇനി അവസാനമായിട്ട് ഈ കൂട്ടാൻ കാച്ചറ പരിപാടി ഒന്നും ഇല്ല കേട്ടാ. അവസാനമായിട്ട് ഇതില് കുറച്ചിങ്ങനെ വേപ്പിൻ്റെ ഇല ഇങ്ങനെ ഇടും. എന്നിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ. ഒന്നുമില്ല, ഒരു തേങ്ങയും വാങ്ങിയൂല. ഇതൊന്നും മൂടാനായിട്ട് വല്ല കിണ്ണം കൊണ്ടുണ്ടാ? ഇറക്കാട്ടാ. ഇതിങ്ങനെ ഇറക്കിയിട്ട് മൂടി വെച്ചോ. മൂടി. പരിപാടി കഴിഞ്ഞു. നമ്മുടെ മീൻ കുറച്ച് സമയമായി നമുക്ക് മറച്ചിടാം. ഇന്നത്തെ ഇന്ന് ഭയങ്കര ശാന്തതയാണ്. നമ്മൾ അടിയിൽ പിടിക്കുമെന്ന് അറിയില്ല. ആയി വരുന്നുള്ളൂ അല്ലേ? സരിതായി വരുന്നുള്ളത്. ഈ സെൻട്രലത്തെ മറച്ചിട്ടാൽ മതി എന്നല്ല പറഞ്ഞ ചേട്ടനോട് ഞാൻ. സെൻട്രലത്തെ മറയ്ക്കാൻ ഭയങ്കര പ്രയാസമാണ്. സെൻട്രലത്തെ പെട്ടെന്ന് കരിയാണ് അതിലത്തെ. നോക്കിയോട്ടെ, ഞാൻ പതുക്കെ വേപ്പിലിട്ടാലും കാര്യമില്ലേ? വേപ്പിൽ കണ്ടിരിക്കാൻ നല്ലതായിരുന്നു. വേപ്പില പുരിയും മറച്ചിടാൻ പറ്റുന്നുണ്ട്. അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതെങ്ങനെയുണ്ട് മറയറ? ഒരു ടീം ഒരുമിച്ചൊരു മറച്ച്. ഒരു കുഴപ്പമില്ല. നമ്മുടെ ഈ വേപ്പിലല്ലേ, അടിയിലത്തെ വേപ്പില കണ്ട? അത് വേപ്പിലയാണ് കരിഞ്ഞ. ചാളയ്ക്ക് കരിച്ചിട്ടൊന്നുമില്ല. ഇത് വേണമെങ്കിൽ എടുത്ത് കളയാം. അയ്യോ, അത് അടക്കല്ല പിന്നെ ഇതാ അത് മോട്ടി പിടിച്ചെറിയും. അങ്ങനെയല്ല ചേട്ടാ പറയാറ്. വേപ്പിലെടുത്തൊക്കെ പിന്നെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ ഐതിഹാസികമായ കൂട്ടാൻ തുറന്നു കേട്ടോ. ചോറെടുത്തുണ്ട്. പത ഇത് തന്നെയാണ്. മറ്റേ സാധന ഈ മീനിൻ്റെ നെയ്യത് എങ്ങനെയുണ്ട് നോക്കട്ടെ ആദ്യം. പിന്നെ നമ്മുടെ മീൻ വറുത്തുണ്ട് കേട്ടോ. ഇത് എവിടെയുള്ള ആളുകളുടെ ഈ സാധനം? അതെനിക്കറിയില്ല. യാദൃശ്ചികമായി ഞാനിങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ വന്നതാ. അതെ.
രസമല്ലേ? രസമല്ലേ? ഒട്ടും രസമല്ലേ? ഷേ അത് ഈ സമയത്ത് ചാള അടിപൊളിയാ. പക്ഷെ എന്തോ നാളികേരം പാലിന് പാരേ വെറുതെ മിളക് തക്കാളി അടിച്ചൊഴിച്ചാൽ മതിയായിരുന്നു. ആണെങ്കിൽ സൂപ്പറായിനെ. അതെ ചേട്ടൻ ടേസ്റ്റില്ല എന്ന് പറയണെങ്കിൽ അത്രയ്ക്കും തല്ലിപ്പൊടി സാധനമായിരിക്കില്ലോ. ഒന്നിനും കൊള്ളില്ല. മീൻ വറുത്തത് നല്ല രസമുണ്ട്. ഇതിലത്തെ മീൻ തന്നെയാണെങ്കിലും ചാളപ്പം നല്ല ടേസ്റ്റുള്ള സമയമാണ്. ഇതിനായാലും വലിയ രസമില്ലേ? ചാളക്ക് രസല്ലേ? അപ്പൊ ചാളയുടെ ടേസ്റ്റ് കുറവാ ചേട്ടാ. അല്ല, ചാളക്കര ടേസ്റ്റ് പോയി. ചാള ഭയങ്കര ടേസ്റ്റ് കഴിക്കുന്ന ടൈമാണ് ഈ സമയം. എന്നിട്ടാ എനിക്ക് മനസ്സിലായില്ല. അതെ, ഒരു ചെറിയൊരു മധുരമുണ്ട് കൂട്ടാന്. അല്ല വറുത്ത ചാളയും ടേസ്റ്റ് ഇല്ലാന്ന് അതാണോ പറയണേ? വറുത്ത ചാള സൂപ്പർ. ആ ഞാൻ പറഞ്ഞ കൂട്ടാനിലിട്ട ചാളയില്ലേ, അതും രസമില്ലാന്ന്. അതും അതിന്റെ നമ്മുടെ സ്വാഭാവിക ഒരു ടേസ്റ്റ് ഇല്ലേ നമ്മൾ കൂട്ടാൻ വയ്ക്കുമ്പോ ആ ടേസ്റ്റ് ഇല്ലേ പറഞ്ഞു. മീനെല്ലാം എടുത്തു. ഇതൊന്നും എനിക്ക് ഇത്ര ചെയ്യാം. അല്ല ഇവിടേക്ക് എടുത്തു വെച്ചതാ കഴിക്കാൻ വേണ്ടിട്ടല്ല. ഒരു ഉരുളാന്നോട്ടെ. ഉപ്പുണ്ടാ കൂട്ടാല്ലേ? ഉപ്പ് കുറവായിരിക്കും, അതോ മധുരം പോലെ തോന്നണേ. ചോറ് പിന്നെ മിളകിന്റെ ഇത് കൊത്തുണ്ട്. മുളക് നന്നായിട്ടുണ്ടാ? നല്ല എരിവുണ്ടാ? അല്ല, എരിവല്ല, മിളകിന്റെ ഇത് ഫീൽ ചെയ്യും നമുക്ക്. ഭയങ്കര പോരായ്മകളുണ്ട്, കുറെ പോരായ്മകളുണ്ട്. ഞാൻ എടുത്ത് പറയാനായിട്ട് എനിക്ക് പറ്റില്ല മാത്രം. മീൻ കൂട്ടാൻ്റെ ഒരു ടേസ്റ്റ് അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല ചേട്ടാ. എന്തൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നു നിങ്ങൾ ആരും വെക്കില്ല. അയ്യോ ഉപ്പില്ല. ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ലാന്ന്. ഉപ്പ് വേണം. ചോറിൽ ഉപ്പില്ലല്ലോ, അതിന്റെ ഒരു പോരായ്മ ഉണ്ടാവും. ഉപ്പിന്റെ അല്ല പ്രശ്നമാണ്. എന്നാലും ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയല്ല ചേട്ടാ പറഞ്ഞ പോലെ. എന്താ? അല്ല ചാള വറുത്ത ടേസ്റ്റ് ഉണ്ടല്ലോ. ചാള വറുത്തത് സൂപ്പർ. ഇത് കാലത്തെ വെണ്ടക്കായ ഉപ്പേരി ഇരിക്കണ്ട, അതുകൊണ്ട് ചോറിന മീൻ വറുത്തതും കൂട്ടി. അല്ല, കൂട്ടാൻ കൂടി ചോറിനോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് എന്തോരം വേണമെങ്കിലും കഴിക്കാട്ടോ. അപ്പൊ ഞാനത് കഴിക്കട്ടെ. അപ്പൊ നല്ലത് വെക്കണ്ട വെക്കണ്ട. അതന്നെ സാധാരണ ചേട്ടൻ പറയാ ധൈര്യം വെച്ചാന്ന് പറയാറ്. അപ്പൊ നിർത്താം.